ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു 24 ട്രാവൽ. 24 ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാലത്ത് തന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ചീരയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു വീട്ടിലേക്ക്. അപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു, നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കുറേ ചീര മുളച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് നോക്കിയായിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് ഒരാഴ്ചയായിട്ട് നമ്മളതിനടുത്തേക്ക് പോകണില്ല. നല്ല മഴയായിരുന്നു, പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് നന്നായിട്ട് ഇത് വലുതായി. അപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ പറിച്ച് നമ്മൾ എടുക്കേണ്ടതായിരുന്നു, ഇത് കട്ട് ചെയ്ത് എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നാണ് ഇപ്പോൾ നല്ല വെയിലാണുണ്ട്. അപ്പോൾ അത് കാരണം പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളിന്ന് കട്ട് ചെയ്യാൻ പോകട്ടെ ചീര. അപ്പം നമ്മളിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് ചീര കട്ട് ചെയ്യാനായിട്ട്. ഗൈസ്, അപ്പോൾ നമ്മളിത് ഇവിടെ നമ്മുടെ ചീരത്തോട്ടത്തിലെത്തിയേക്കാണ്. ചീര മാത്രമല്ല, ഇവിടെ മുളകും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ട്. അപ്പോൾ അതേ നമ്മൾ ചീരയ്ക്കൊക്കെ പൂവ് വന്നിട്ടുണ്ട്. അപ്പോൾ ചീരയുടെ പൂവ് എന്നേക്കുമ്പോൾ ശരിക്കും എടുക്കണം എന്നാണ് പറയണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായി ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചീരയുടെ പൂവ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത്രയും വെച്ച് എടുക്കുന്നുണ്ട്. നല്ലോണം മൂത്തിട്ടുണ്ട് സാധനം കേട്ടോ. തണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, എല്ലാം മാത്രം എടുക്കാൻ പറ്റില്ല. ചില ഇതിൻ്റെ തണ്ടും കൂടി എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ മൂത്തതായിരുന്നു, ഇത് കുഴപ്പമില്ല, ഇതെല്ലാവരും എടുക്കാം. നല്ല വെള്ള ചീരയുണ്ടാ അല്ല ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനിയുണ്ട് കേട്ടോ, ഇവിടെ നിറയെ നിൽക്കാണ് ചീര വേണ്ട. അത് കൂടാണ്ട് നമ്മുടെ തോട്ടത്തിൻ്റെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് ഉണ്ട്, ചുമന്ന ചീരയുണ്ട്, വെള്ളച്ചീരയുണ്ട്, പിന്നെ വേറെ വേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് ഈ മുളകൊക്കെ നല്ല ചുമന്ന്, ഇത് നമ്മൾ പൊട്ടിക്കാണ്ട, അതെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ എന്ത് കളറാണ്, കത്തിയാണ് കയ്യിലിരിക്കുന്നത് കേട്ടോ. അതൊക്കെ എന്ത് രസം നോക്കി, റോസാപ്പൂവിൻ്റെ മുട്ട് മതി. ഹായ്, സൂപ്പർ, നല്ല എരിവാണ് കേട്ടോ, അത് നല്ല എരിവാ ഗൈസ്. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട് കേട്ടോ. അതേ ഇവിടെ നോക്കി, ഇവിടെ നോക്ക്, വേണ്ട ഇവിടെ ഇതൊക്കെ പറിക്കാനുള്ളതാണ്. ഇത് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് വേണ്ട. ഇവിടെ കാടുണ്ട് കേട്ടോ. അത് നമ്മളൊരു രണ്ടാഴ്ചത്തോളം ഇങ്ങോട്ടേക്ക് വന്നില്ല, ഒരാഴ്ചത്തോളം ഇങ്ങോട്ട് വന്നില്ല മഴയായിട്ട്. അതിന് മുമ്പ് നമ്മൾ കുറച്ച് ഇത് പൊന്തിക്കഴിഞ്ഞാൽ പറിക്കാമെന്ന് വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പുല്ലുകൾ ഇതിൻ്റെ ഇടയിൽ വന്നത്. അല്ലെങ്കിൽ ഇത് സൂപ്പറായിട്ട് വന്നേനെ. പക്ഷെ ഇതൊക്കെ ഒരു കേട് പോലും ഇല്ല കേട്ടോ, നല്ല അടിപൊളി. രാസവളങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ. ഗൈസ്, അപ്പോൾ നമ്മളിത് അടുത്ത പറമ്പിലേക്ക് എത്തിക്കണം. അതായത് നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലെ പറമ്പിലെത്തിക്കണേ. അപ്പോൾ വേപ്പര പിടിക്കാൻ പോകണം കേട്ടോ. ബാൻചേച്ചിറ പറമ്പിലാണ് ഇപ്പോൾ നമ്മൾ. ഗൈസ്, അപ്പോൾ നമ്മളിത് തോട്ടിക്ക് റെഡിയാക്കി ഇടുന്നതാ. നമ്മൾ റെഡിയാക്കിയതല്ല, ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓടിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നല്ല വലിയ വേപ്പ് മരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ കൊമ്പാണ് നമ്മൾ എടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പറിച്ചെടുക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒടിച്ചെടുക്കാനേ പറ്റുള്ളൂ. ഗൈസ്, അപ്പോൾ അതെ ഇത്രയും വേപ്പില നമ്മൾ ഓടിച്ചിരുന്നു കേട്ടോ. ഇത് കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഏകദേശം ഒരു 10-30 രൂപ കൊടുക്കേണ്ടി വരില്ലേ അതൊക്കെ ഫ്രീ ആയിട്ടത്. അപ്പോൾ അതെ നല്ല മണവും കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണേക്കാളും വേപ്പിനേക്കാളും നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആഹാ, സൂപ്പർ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ കാര്യങ്ങൾ. ഇന്നലെ മഴയത്ത് വീണതായിരിക്കുള്ളൂ കേട്ടോ. ചേച്ചി പറിക്കാൻ വെച്ചാൽ കാരണം ഇതിപ്പോൾ ചെറുതല്ലേ, ഇതിനേക്കാളും വലിയ മാങ്ങ ഒരു തന്നെ ഏകദേശം ഇത്ര വലിപ്പമുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിന് മുമ്പ് വീണ് കഴിഞ്ഞിട്ട് കിട്ടിയിരുന്നു. നല്ല സൂപ്പർ മാങ്ങയാണ്, നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്. ഇപ്പം പച്ചയാണ്, നല്ല പച്ചയാണ്, പക്ഷേ പുളി അധികം ഇല്ല. അപ്പോൾ വെറുതെ ആയാലും തിന്നാം, അടിപൊളിയാണ്. അതുകൊണ്ട് ചേർന്ന് കേട്ടോ. ഈ പുളിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ മാങ്ങ പുളിയിൽ നിന്നും പറിച്ചുകൊണ്ട് വന്നു ഒരുപാട്. അപ്പം അച്ചാറ്, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വേപ്പിൽ നമ്മൾ പൊടിച്ചത് കേട്ടോ. അപ്പോൾ അതേ ചേച്ചി തന്ന മാങ്ങ ഇട്ടത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, അത് പിന്നെ അതേ മുളക് അവിടെ അച്ചാറുണ്ട്. അപ്പോൾ അതായത് ഇത്രയും സാധനങ്ങൾ വന്ന് കാലത്തെ പരിപാടികളുണ്ടാവും. ഇത് നമ്മൾ ഉച്ചക്കാലത്തേക്ക് അല്ലെങ്കിൽ നാളെ കാലത്തേക്കുള്ളത് ഉള്ള ഫുഡിന് വേണ്ടി നമ്മൾ എടുക്കുകയുള്ളൂ ചെയ്ത കേട്ടോ.
അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അച്ചാർ ഉണ്ടാക്കാം, മാങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കടയിൽ പോകണം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ അടുത്ത ഇതിൽ വരും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ ഓക്കെ, ബൈ.